ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതാണ് സന്ധ്യയുടെ കഴുത്തിൽ നന്ദൻ അണിയിക്കാൻ പോകുന്ന താലിമാല. എങ്ങനെയുണ്ട്? എന്റെ കുഞ്ഞിന്റെ കാര്യമല്ലാതെ എന്താ സച്ചിൻ ഇത്രയും വലിയ കാര്യങ്ങൾ ഓർക്കാനുള്ളത്? നിന്റെ സംസാരത്തില് ഒരു കുറ്റപ്പെടുത്തലിന്റെ മട്ടുണ്ടല്ലോ. സത്യം പറയുമ്പോ ചിലപ്പോ കുറ്റപ്പെടുത്തലാണെന്ന് തോന്നും. അത് എന്റെ കുറ്റമല്ല. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നെങ്കിൽ അത് എന്നോടൊന്ന് പറയായിരുന്നില്ലേ? ഞാനിവിടെ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുന്നുള്ള കാര്യം സച്ചേട്ടൻ അറിയാവുന്നല്ലേ? സോറി, ഞാനത് മറന്നു. താനിതുവരെ ഭക്ഷണം കഴിച്ചില്ലല്ലേ? വാ, ഞാൻ വിളമ്പി തരാം. വേണ്ട. എന്നു മുതലാ സച്ചേട്ടൻ ഇങ്ങനെ മാറാൻ തുടങ്ങിയത്? എന്ത് മാറ്റം? എടോ, എനിക്കൊരു മാറ്റവും. താൻ എന്തൊക്കെ ആലോചിച്ചു കൂട്ടി ഇങ്ങനെ സംസാരിക്കുന്ന എന്തിനാ? ഒക്കെ തനിക്ക് തോന്നുന്നതാ. ഫോൺ വിളിക്കുമ്പോ എടുക്കുന്നില്ല. ഇനി എടുത്താൽ തന്നെ ഒന്നോ രണ്ടോ വാക്കുകളിൽ സംസാരം അവസാനിപ്പിക്കാനുള്ള ധൃതിയും. എന്നോട് പറയാതെ എവിടെയൊക്കെയോ പോന്നു. നേരത്തെ സച്ചേട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്താ ശരിക്കും സച്ചേട്ടന്റെ പ്രശ്നം? താൻ വിചാരിക്കുന്ന പോലെ എനിക്കൊരു പ്രശ്നവുമില്ല. താമസിപ്പിക്കണ്ട. നമുക്ക് ഉടനെ തന്നെ ഡോക്ടർ സന്ധ്യയെ പോയി കാണാം. എന്തിന്? താനിപ്പോ അനുഭവിക്കുന്ന ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതിനി ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റില്ല. അതിന് എന്തായാലും മെഡിസിൻ എടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ചിലപ്പോ സംഗതി കൈവിട്ടു പോവും. സച്ചേട്ടന്റെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചോദിക്കുമ്പോ സച്ചേട്ടൻ പറയുന്നത് അത് എന്റെ പ്രോബ്ലം ആണെന്നാ. ഇതങ്ങനെ പ്രോബ്ലം ഒന്നുമല്ല. ഞാൻ ആദ്യം ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. അർച്ചനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിലും ഡിപ്രഷന്റെ കാര്യം പറഞ്ഞത് അവൾക്ക് വല്ലാതെ ഫീൽ ചെയ്തെന്ന് തോന്നുന്നു. ലക്ഷ്മിയുടെ കാര്യം ഞാൻ എത്ര നാൾ അർച്ചനയെന്ന് മറച്ചു വെക്കും. ഇനി ഇങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അർച്ചനയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാലോ? സച്ചേട്ടന്റെ നാവിൽ നിന്ന് ഞാനൊരു രോഗിയാണെന്ന് ഈ ലോകത്ത് മറ്റൊരാൾ പോലും അറിയരുത്. അർച്ചന പോലും. പഴയ കാമുകനുള്ളിൽ തലപൊക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ താനൊന്ന് പോയേ. താൻ വിചാരിക്കുന്ന പോലെ അല്ല ലക്ഷ്മി. ഒക്കെ എനിക്കറിയാം. പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞത് അർച്ചനയ്ക്ക് വിഷമമായി. ഒരു കള്ളം മറയ്ക്കാൻ വീണ്ടും പുതിയ കള്ളങ്ങൾ പറയേണ്ടി വരും. ഇത് എത്രയും വേഗം അവസാനിപ്പിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നീട് സത്യം പറയുമ്പോൾ അർച്ചനയ്ക്കത് മനസ്സിലായിന്ന് വരില്ല. ഇപ്പൊ തന്നെ ഞാൻ സംസാരിച്ചത് കുറച്ച് കടന്നുപോയി. അതിന് അവളോട് സോറി പറയണം. അർച്ചന, അനഘേ, ആതിര, സ്നേഹേ, ഇവരാരും ഇതുവരെ റെഡിയായില്ലേ? അല്ലെങ്കിലും ഈ പെണ്ണുങ്ങളെ ഒരിക്കൽ ഒരു സ്ഥലത്തേക്ക് പോവാന്ന് വെച്ചാ വലിയ പ്രയാസം. അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ. അത് സാരമില്ല. അച്ഛൻ വരുമ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞാ മതി. നന്ദേട്ടൻ സന്ദേശം കൂട്ടി ഷോപ്പിലേക്ക് വന്നോളൂ. ഓക്കെ.
എന്താ ഇതൊക്കെ? അച്ഛൻ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോയോ? ഞങ്ങൾ എല്ലാവരും കൂടി ഷോപ്പിങ്ങിന് പോകാൻ ഇറങ്ങാൻ തുടങ്ങായിരുന്നു. ഇനി അതൊന്നും വേണ്ട. സന്ധ്യയ്ക്കും നന്ദനും മാത്രമല്ല, കല്യാണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആഹാ, അച്ഛൻ ഇത് എന്ത് പണിയാ കാണിച്ചേ? രാവിലെ പോയപ്പോ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഞങ്ങൾ കൂടി വരില്ലായിരുന്നു. ആ ഇന്നലെ വൈകുന്നേരം ഞാൻ ഇവരോടൊക്കെ സംസാരിച്ചപ്പോ അത് വേണ്ടാന്ന് എനിക്ക് തോന്നി. നന്ദനും അവന്തികയും തമ്മിലുള്ള ഡിവോഴ്സ് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ആഘോഷമായ ഒരു കല്യാണം നടത്താനുള്ള വകുപ്പ് ഇപ്പൊ ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് പോയി ഇത് വാങ്ങിയാൽ ഒരാളും അറിയുകയില്ല. അത് നന്നായി അച്ഛാ. കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇനി ഷോപ്പിങ്ങിന് പോണ്ടല്ലോ. പാവം, അനക്ക് മാത്രം കൊച്ചുങ്ങളെ നോക്കിയിരുന്ന് ഒരു വഴിയായനെ. ആ, അതൊക്കെ ശരിയാ. പക്ഷേ കല്യാണത്തിന് നമുക്ക് എല്ലാവർക്കും പോണം. ആ ചടങ്ങ് നമുക്കും കാണണ്ടേ? വേണ്ട വേണ്ട. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ എല്ലാവരും കൂടി പോകാതിരിക്കുന്ന നല്ലത്. അർച്ചനയും സച്ചിയും സന്ദീപും മാത്രം അവരുടെ കൂടെ പോയാ മതി. ഞാനും ഇവരും കൂടി നിങ്ങൾ വരുമ്പോ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കാം. വൃന്ദാവനത്തിലെ എല്ലാരോടും ഞാൻ ഇങ്ങോട്ട് വരാനാ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഡ്രസ്സ് മാത്രമേ വാങ്ങിയുള്ളോ? താലിമാല വാങ്ങിച്ചില്ലേ? ആര് പറഞ്ഞു വാങ്ങിയില്ലെന്ന്? ഇതാണ് സന്ധ്യയുടെ കഴുത്തിൽ നന്ദൻ അണിയിക്കാൻ പോകുന്ന താലിമാല. എങ്ങനെയുണ്ട്? നോക്കട്ടെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ട്. എന്താ, നെല്ലിശ്ശേരിയിൽ ആരെങ്കിലും ചത്തോ? അല്ല, സേതുമാധവൻ ഒരു ജുവലറി വന്ന് ഒരു താലിമാല വാങ്ങിക്കൊണ്ടുപോയി. എന്തിന്? മൂർത്തിയെ കുറിച്ച് അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. വിവരങ്ങളെല്ലാം കൃത്യമായി കിട്ടുകയും ചെയ്തു.